ഇപ്പോഴും അന്വേഷണം എത്താത്തൊരു വെറുപ്പിന്റെ കേന്ദ്രം അനുഗ്രഹിച്ചയച്ച കണ്ണിൽ ചോരയില്ലാത്ത കാലൻകൂട്ടം, കൊടുവാളുമായി ഒരുമ്പിട്ടിറങ്ങിയ രക്തരാത്രിയും 51 വെട്ടുകൾക്കും ചീറ്റിയൊഴുകിയ മനുഷ്യന്റെ ചോരയ്ക്കും വ്യാഴവട്ടമെന്നാകുമ്പോഴും ടി പി ചന്ദ്രശേഖരൻ നാടിന്റെ മനസാക്ഷിക്ക് നീറ്റുന്ന മുറിവുകളിൽ സഖാവോർമ്മയാണ്. ഏതു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആഘാതത്തിൽ മൂർധാവിലാണ് പ്രഹരമെങ്കിലും ഏത് കോടതി വിധിയെയും മറികടന്ന തെമ്മാടിക്കൂട്ടത്തിനെ പുറത്തിറക്കാനുള്ള നെറികെട്ട നീചനീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് സഭയിൽ ചോദ്യം ചെയ്യലാണ് ടി പിയുടെ പ്രാണൻ ഇപ്പോഴും തുടിക്കുന്ന കെ രമ പ്രതിപക്ഷം. ആസൂത്രണത്തിന്റെ അങ്ങേയറ്റം നാട് വെട്ടിവറച്ച രാത്രിയിൽ വെട്ടിക്കീറിയ കൊലയാളിക്കൂട്ടത്തിന് 20 വർഷം പൂർത്തിയാക്കാതെ ഇളവ് നൽകിപ്പോകരുത് എന്ന് സാക്ഷാൽ ഹൈക്കോടതി പറഞ്ഞിട്ട് മാസം 4 ആകുന്നേയുള്ളൂ. അപ്പോഴേക്കും ഒരു പ്രാണൻ കൊത്തിക്കീറുമ്പോഴൊന്ന് കൈവിറയ്ക്കാത്ത അധമക്കൂട്ടത്തോട് സർക്കാരിനങ്ങ് മുടിഞ്ഞ കരുതലാണ്. ആ ശിക്ഷാ ഇളവിന്റെ പട്ടികയിൽ ഇപ്പോഴും കാലൻകൂട്ടത്തിന് സ്ഥാനമെങ്കിൽ ആരെന്താക്ഷേപിച്ചാലും മുഖമെത്ര വികൃതമായാലും ഞങ്ങൾക്ക് പുല്ലാണെന്ന് പ്രഖ്യാപിക്കുന്നു സർക്കാർ. അത് പാർട്ടി അറിഞ്ഞില്ലെന്നും ആഭ്യന്തര വകുപ്പ് പറഞ്ഞില്ലെന്നും നിഷ്കളങ്ക നാട്യത്തിൽ ആ വിടുതൽ പട്ടിക ഏതോ ഉദ്യോഗസ്ഥ പിഴവാണെന്ന ക്യാപ്സ്യൂൾ നയം ജയിൽ DGP പറയേണ്ടത് അങ്ങ് പള്ളിയിലല്ല, പാർട്ടി ഓഫീസിലാണ്. അല്ലെങ്കിലും ഇഷ്ടം പോലെ ഇഷ്ടഭക്ഷണം, ഇഷ്ടമദ്യം എന്ന മട്ടിൽ ആ കൂട്ടത്തിന് തടവറ ഒരു അമ്മായി വീട് കണക്ക് സുഖവാസമാണെന്ന് പ്രതിപക്ഷം പറയും മുന്നേ കേരളം കണ്ടതല്ലേ ആനുകൂല്യങ്ങൾ. പരോളുകൾ പരമാവധി, ആ വയനാട്ടൻ റിസോർട്ടിൽ റേവ് പാർട്ടിയും ലോക്കപ്പിനകത്തിരുന്ന് കൊട്ടേഷൻ സാമ്രാജ്യം നിയന്ത്രിക്കലും സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലും, അങ്ങനെ ഈ ആഭ്യന്തര ഭരണകാലത്ത് ആ പാതകി പരീക്ഷകൾക്ക് പൂണ്ടുവിളയാട്ട കാലമാണ്. ഹൈക്കോടതിയുടെ കടുത്ത കൽപ്പനയിൽ ഒരു ചുക്കും നടക്കില്ലെന്നറിഞ്ഞിട്ടും ആ പട്ടികയിൽ കുറ്റവാളിക്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ മക്കളെ ഒഞ്ചിയത്ത് വടകരയിൽ നേരിട്ട വിയോജിപ്പിനെ വെട്ടിക്കീറാൻ മരണവാറണ്ടിറക്കിയ നേതാക്കളുടെ പേര് പുറത്തു പറയല്ലേ എന്ന് കാൽക്കൽ വീഴുന്ന പേടിയല്ലെങ്കിൽ, ബ്ലാക്ക് മെയിൽ ഇല്ലെങ്കിൽ അക്രമികളെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കുന്ന നെറികെട്ട നീക്കങ്ങൾ നിർത്തണം CPM സർക്കാർ. സ്വന്തം ചോരയെന്ന് നോക്കാതെ ഒരു കരുത്തൻ സഖാവിനെ കൊലച്ചു കൊടുത്തതും പോരാഞ്ഞ്, എരിഞ്ഞു തീരു മുമ്പ് കുരംകുത്തിയെന്ന് അധിക്ഷേപിച്ചതും പോരാഞ്ഞ്, എന്തു വില കൊടുത്തും ആ പ്രതികളെ പൂമാലയിട്ടിറക്കി സപ്രപഞ്ചം ഒരുക്കാനാണ് കെട്ട തീരുമാനമെങ്കിൽ തിരുത്താൻ തീരുമാനമില്ലെങ്കിൽ നവസഖാക്കളെ കാത്തിരുന്നോ. ആത്മനാശത്തിന്റെ ചരിത്രാവർത്തനം കേരളത്തിൽ ഒരു ബംഗാൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി, അന്ന് ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതിൻ്റെ അനൗചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടും. 1. 2, വളരെ കൃത്യമായ കാര്യങ്ങൾ സർക്കാർ, ജയിൽ സൂപ്രണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ചോദിച്ച് റെമിഷൻ്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് കൊടുത്ത കത്ത് തെളിവായി ഞങ്ങളുടെ കയ്യിലുണ്ട്. 2, ഈ റെമിഷൻ കൊടുക്കേണ്ട, ശിക്ഷാ ഇളവ് കൊടുക്കേണ്ട ആളുകൾക്ക്, ആ വ്യക്തികൾക്ക്, ജയിൽ പുള്ളികൾക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നും, ഇരകളായി മാറിയവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടി അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാനൂർ പോലീസ് അടക്കമുള്ള പോലീസ് അടക്കമുള്ള അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം, അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതെ, അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. ജിൻഡോ ജോൺ, ഷാൻവർഷ പാലോട്, ശ്രീ MN കാരശ്ശേരി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അത് ഞാൻ കെ രമ, ഈ അടിയന്തര പ്രമേയമല്ല, അതിനുള്ള നോട്ടീസ് അവതരണമാണല്ലോ. അത് അനുവദിച്ചാലും നിഷേധിച്ചാലും നോട്ടീസ് അവതരിപ്പിക്കാൻ സാമാജികൻ അവകാശമുള്ളതാണ്. മുഖ്യമന്ത്രി അതിന് മറുപടിയും സാധാരണ പറയാറുണ്ട്. ഇത് പെട്ടെന്ന് ജടുതിയിലെല്ലാം അവസാനിപ്പിക്കാൻ സമാനതകളില്ലാത്ത മണം സ്പീക്കർ ഇടപെട്ട കാഴ്ച അങ്ങേയറ്റം അസാധാരണമല്ലേ? എന്തുകൊണ്ടെന്നാണ് താങ്കളുടെ ഒരു ആലോചന, കെ രമ? നോക്കൂ ഹാഷ്മി, തീർച്ചയായിട്ടും നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അനുമതി ചില സമയങ്ങൾ നിഷേധിക്കാറുണ്ട്. പക്ഷെ ആ നിഷേധിക്കുമ്പോൾ അതിന്റെ കാരണം പറയേണ്ടത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആരാണോ ഭരിക്കുന്നത് അതിന്റെ തലവനാണ്. അതിൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അത് പറയാൻ യാതൊരു അധികാരവുമില്ല. സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭയുടെ നാഥനാണ്. ആ നാഥൻ ഗവൺമെന്റ് കാര്യം ചുമതലപ്പെടുത്തി പറയേണ്ട ആളല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് സർക്കാരിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് തന്നെ വളരെയധികം അനൗചിത്യമാണ്. അത് ഞങ്ങളോടൊക്കെയുള്ള അവഹേളനമായിട്ട് തന്നെയാണ് ആ സമയത്ത് ഞങ്ങളത് പറഞ്ഞത്. സഭയെ പോലും അവഹേളിക്കുന്ന ഒരു സമീപനമാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ,
ഈ സഭയിൽ ഇത് അവതരണാനുമതി തന്നു കഴിഞ്ഞാൽ, അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയെ പൊള്ളിക്കുമെന്ന് നമുക്കറിയാം. അല്ല, കെ കെ രമ, ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഉത്തരവുണ്ടല്ലോ. ഇപ്പൊ സ്പീക്കർ പറയുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കൾ പറയുന്ന CPM-ന്റെ റെഡിമെയ്ഡ് ഉത്തരവുണ്ട് എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ടിന് ഒരു നോട്ടപ്പിശക്, അങ്ങനെ ജില്ലാ ജയിൽ മേധാവിയുടെ ഒരു കത്തുണ്ട്. കെ കെ രമ, അത് ഉദ്യോഗസ്ഥ പിഴവാണ്, ഉദ്യോഗസ്ഥ പിഴവ് സർക്കാർ അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് ആ 2 വാക്കുകൾ പറയാൻ മടിയെന്തിനാണ് രമ? അതെ, തീർച്ചയായിട്ടും ഹാഷ്മി, അത് മതി. ഇനി ഉദ്യോഗസ്ഥ പിഴവാണ് എന്ന് ഇവര് പറയുന്നുണ്ടെങ്കിൽ പേരിന് അത് സമ്മതിക്കാം. ഉദ്യോഗസ്ഥ പിഴവാണ് എന്ന് സമ്മതിച്ചാൽ അത് എന്തുകൊണ്ട് പറയാൻ ധൈര്യമുണ്ടായില്ല? അത് തന്നെയാണ് നമ്മുടെയും ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുന്നേറ്റ് നിന്നാൽ ഇത് ഉദ്യോഗസ്ഥ പിഴവാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അത് എങ്ങനെ വന്നു എന്നത് പരിശോധിക്കും, അത് വന്നതിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പറയാത്തത് തന്നെ ഇവർക്ക് ഒളിച്ചു വെക്കാൻ പലതുമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പേര്, അതൊന്നും ഉദ്യോഗസ്ഥന്മാരുടെ പിഴവല്ല ഹാഷ്മി. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 25/11/2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3/6/24 തീയതിയിലെ B1 299/21 ഹോം എന്ന സർക്കാർ കത്താണ്. അപ്പൊ 3/6/24 സർക്കാർ ഒരു കത്ത്, അതെപ്പോഴാണെന്ന് നാം നോക്കണം. നിലവിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു കത്ത് ജയിൽ വകുപ്പിന് സർക്കാർ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ കൂടെ TP കേസിലെ ചില പ്രതികളെയും കൂടി ഉൾപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പരോള് കിട്ടുമോ അല്ലെങ്കിൽ റെമിഷൻസ് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അത് ഉൾപ്പെടുത്താൻ സാധിക്കുക, അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമാണ്. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ ഈ പേര് ഉൾപ്പെടുത്തി? ഇവർക്കറിയാം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അപ്പീൽ വിധി വന്നിട്ട് 20 വർഷത്തിന് ശേഷം അല്ലാതെ ഒരു റെമിഷൻസും പാടില്ല എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുകയും ഈ ലിസ്റ്റിൽ ഈ 3 കൊടും ക്രിമിനലുകളെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമാണ്. അതിന് പിന്നിൽ ഉദ്ദേശം വെച്ചാൽ ഇവർക്ക് പുറത്തുവിടാൻ പാടില്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രതികളോട് അവർക്കുള്ളൊരു സമാധാനം കൊടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ അത് പരാജയപ്പെട്ടു, പൊതുസമൂഹം അംഗീകരിച്ചില്ല, സർക്കാർ നിയമം അംഗീകരിച്ചില്ല, അതുകൊണ്ടാണ്. പക്ഷേ സർക്കാർ അതിന് ശ്രമിച്ചു. ആ ഉത്തരം ഈ പ്രതികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പേര് ഉൾപ്പെടുത്തിയത്. ഈ ശ്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നക്ഷത്രം പോലെ കേരളത്തിന് മുന്നിലുണ്ട്. ഇത്തരത്തിൽ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് കത്തയക്കുന്നതും സർക്കാരിന്റെ ഈ ഉത്തരവിന്റെ കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കുന്നതും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും കെ കെ രമയോടെന്ന് പറഞ്ഞാൽ മാനദണ്ഡപ്രകാരം ഇരയാക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ കെ കെ രമയോടക്കം കാര്യങ്ങൾ ചോദിക്കടക്കം ചെയ്തിട്ടും സ്പീക്കർ കസേരയിൽ നേയൻ ഷംസീർ പച്ചക്കള്ളം പറയില്ല. എങ്ങനെയാണെങ്കിൽ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അതെങ്ങനെയാണ് സ്പീക്കർക്ക് പറയാൻ കഴിയുക? ശ്രീമതി കെ കെ രമ, നീക്കങ്ങൾ നടന്നു, അതിൽ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരുപക്ഷെ വാർത്ത പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം ആ നീക്കം അട്ടിമറിക്കപ്പെട്ടു, അതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി, നീക്കങ്ങൾ നടന്നു. അത് വാർത്ത പുറത്തു വന്നതിന് ശേഷം നീക്കങ്ങൾ നിന്നിട്ടില്ല ഹാഷ്മി. അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. 22-ാം തീയതിയാണ് ഈ വാർത്ത നിങ്ങൾ ന്യൂസ് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്താണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വലിയ തോതിൽ അത് ചർച്ച ചെയ്യാവുന്നു, സമൂഹം മുഴുവൻ അത് ഏറ്റെടുക്കുന്നു. ആ 22-ാം തീയതി ഉച്ചയ്ക്കാണ് പോലീസ് മേധാവി, ജയിൽ മേധാവി ഒരു പ്രസ് റിലീസ് പുറത്തുവിടുന്നത്. ആ റിലീസിൽ അതിനുശേഷവും അന്ന് വൈകുന്നേരം പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് വന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ പറയുന്നു, ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസ് വളരെ അടിയന്തരമായി അനുവദിച്ചു തരുന്നതിന് താല്പര്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് വന്ന് മൊഴിയെടുക്കുന്നത് അന്ന് വൈകുന്നേരമാണ് ഹാഷ്മി. ഈ ഉച്ചയ്ക്ക് പോലീസ് ജയിൽ മേധാവി ഇത് ഇരിക്കുമ്പോൾ ജയിൽ മേധാവിക്ക് നിർദ്ദേശം കൊടുക്കാമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഇനി മുന്നോട്ട് പോകാൻ പാടില്ല. ആ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ വീണ്ടും മൊഴിയെടുക്കാൻ വരില്ലല്ലോ. അപ്പോ അവിടെ നിർത്തിയിട്ടില്ല. അതേ പറഞ്ഞ അതൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മൊഴിയെടുത്തു, അങ്ങനെയാണോ? പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ TP ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയെ, താങ്കളുടെ പ്രിയങ്കരനായ ഭർത്താവിനെ വെട്ടിക്കൊന്ന കേസിലെ ഈ പറയുന്ന കൊടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിലിരുന്നിട്ടും ചുമ്മാതിരുന്നവരല്ല, ജയിലിരുന്ന് നല്ല നടപ്പ് കാണിച്ചവരല്ല. അവർ പരോളിൽ പുറത്തിറങ്ങി മയക്കുമരുന്നിന് റേവ് പാർട്ടി വയനാട് റിസോർട്ടിൽ നടത്തിയവരാണ്. എന്താണ്
ബാംഗ്ലൂരിലെ തോക്കുകടത്ത് കേസിലടക്കം പ്രതികളായിട്ടുള്ള കൊടും കുറ്റവാളികൾ. അപ്പോൾ ആ കൊടും കുറ്റവാളി വിട്ടയക്കുന്നതിൽ കെ രമയ്ക്ക് പരാതിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി പാനൂർ പോലീസ് രമയുടെ വീട്ടുമുറ്റത്ത് കാലുകുത്തി. അങ്ങനെയാണോ? അതെ അതെ ഹാഷ്മി, തീർച്ചയായിട്ടും. ഒരു സ്റ്റേഷനില 2 സ്റ്റേഷനിൽ, ചൊക്ലി പോലീസ് സ്റ്റേഷൻ, പാനൂർ പോലീസ് സ്റ്റേഷൻ, ഈ 2 സ്റ്റേഷനിൽ നിന്നും ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് കതിരൂരായിരുന്നു, കതിരൂരിലെ ആളുകൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല എന്ന് മാത്രം. അപ്പൊ 3 ആളുകളും മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മൊഴിയെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ അറിയാതെ വന്നതാണെങ്കിൽ ഈ മൊഴിയെടുക്കാൻ വേണ്ടി പറയില്ലല്ലോ. പ്രത്യേകിച്ചും വിവാദമായത് പുറത്തു വന്ന് ആ വലിയ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടായപ്പോഴും അത് നിലനിൽക്കുമ്പോൾ അന്ന് വൈകുന്നേരമാണ് വരുന്നത് എൻ്റെ വീട്ടിൽ. അന്ന് വൈകുന്നേരം വന്നിട്ടാണ് 6 മണിക്ക് വന്നിട്ടാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ, പാനൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നത്. അപ്പോൾ അതുവരെ അവർക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയ അറിയിപ്പ് ഈ പ്രതികരണങ്ങൾ എടുത്ത് റിപ്പോർട്ട് അടിയന്തരമായി സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നതാണ്. അതുകൊണ്ട് പാവം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ മൊഴി രേഖപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല, വളരെ കൃത്യമായ ആലോചന നടന്നിട്ട് തന്നെയാണ് ഇതുണ്ടാക്കിയത്. ഇത് കൊടുക്കില്ലാക്കാൻ പാടുണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ഇവരെ ഉൾപ്പെടുത്തിയതും അതും വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് ഒപ്പമുണ്ട് എന്ന് പ്രതികളെ ബോധ്യപ്പെടുത്തുക, അവരെ സമാധാനപ്പെടുത്തുക എന്നത് തന്നെയാണ്. പ്രതികൾ അസ്വസ്ഥരാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ജയിലിൽ ടി.കെ. രജീഷൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഈ ഞങ്ങൾക്ക് ഇനിയും കുറേ കാലം ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇവർ വിചാരിച്ചത് 14 ഈ ഹൈക്കോടതിയിൽ വിധി വരുന്നതിന് മുന്നേ ജയിലിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരിക്കാം അവർക്ക് ചിലപ്പോൾ CPM നേതൃത്വവും അവരുടെ വക്കീലും ഒക്കെ കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല ഹൈക്കോടതിയുടെ വിധി വന്നത് എന്നറിഞ്ഞപ്പോൾ ഇവർ വല്ലാതെ അസ്വസ്ഥരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രജീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതുപോലെ ഞങ്ങൾ കിടക്കുന്നത് പോലെ ഞങ്ങളെ അതിന് പറഞ്ഞയച്ച ആളുകളെയും കിടത്താൻ ഞങ്ങൾക്കറിയാം എന്ന് പല സ്ഥലത്തും പറഞ്ഞു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ട്. അൻവർ ഷപ്പാലോട് അതാണോ പ്രശ്നം? അൻവർ ഷപ്പാലോട് ഇവിടെ TP കേസ് പ്രതികൾക്ക് ആനുകൂല്യങ്ങളുടെ ഘോഷയാത്ര, പരോളുകളുടെ പരമാവധി, അവർ പുറത്തിറങ്ങി കാണിക്കുന്ന മര്യാദകേടുകൾ, തോന്നിവാസങ്ങളോട് കണ്ണടക്കൽ, അതിനപ്പുറം അങ്ങേയറ്റം, ഇതൊക്കെ കാട്ടിയാലോ ലോക്കപ്പിനകത്തിരുന്നുകൊണ്ട് അവർക്ക് അവരുടെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ നിയന്ത്രിക്കാം, അവർക്ക് ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാം, അവർക്ക് അവിടെ ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ഏറ്റവും ഒടുവിൽ അവരെ പുറത്തിറക്കി വിടാൻ വഴിവട്ട നെറികെട്ട നീക്കങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നാകെ ആവർത്തിക്കുന്നു. സഭയിൽ സ്പീക്കർ പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, പച്ചക്കള്ളം പറയുന്നു. മുഖ്യമന്ത്രി ഒറ്റ വാക്ക് സഭയിൽ പറയാൻ വിസമ്മതിക്കുന്നു കേരളത്തോട്. പ്രതികളെ പേടിയാണോ CPM-ന്? അൻവർ ഷപ്പാലോട്. ഹാഷ്മി, ഇതില് ആദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടിയെ CPM-നെ സംബന്ധിച്ചോ യാതൊരുവിധ ഇൻട്രസ്റ്റും ഈ വിഷയത്തിൽ, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു, സ്പീക്കർ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അതെ, കാരണം ഇത് 26 തവണ കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. ഇന്ന് കേരള നിയമസഭാ ചട്ടം 52 പ്രകാരം സ്പീക്കർ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഇത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. കാരണം അതിന് കൃത്യമായിട്ടുള്ള റീസൺ, ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചട്ട 52-ൽ കൃത്യമായി ഇനി 100 തവണ സഭയിൽ അത് ചർച്ച ചെയ്തതാണെങ്കിലും പോയ 15 വർഷം കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ കിരാതമായ കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇതൊക്കെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു, അവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കുന്നു. 20 വർഷത്തേക്ക് ഇവർക്ക് ഇളവ് അനുവദിക്കാൻ കഴിഞ്ഞുകൂടാ എന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഈ മര്യാദഘട്ട നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടെങ്കിൽ സഭയിലേക്ക് അത് വരും. സർ, മുഖ്യമന്ത്രി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇത് ഉദ്യോഗസ്ഥ പിഴവ് മാത്രമാണ്. സർക്കാർ ഇപ്പൊ അൻവർ ഷപ്പാലോട് പറയുന്ന മട്ടിൽ സർക്കാരിന് ഇതിലൊരു ഇൻട്രസ്റ്റും ഇല്ല. ആ ഉദ്യോഗസ്ഥ പിഴവ് അന്വേഷിക്കും, വേണമെങ്കിൽ ഉദ്യോഗസ്ഥനെ പുറത്താക്കും. ഒരൊറ്റ വാക്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഒളിച്ചോട്ടം? അല്ല ഹാഷ്മി, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാലോ അങ്ങനെ ഈസി ആയിട്ടൊരു പ്രതിക്ക് റെമിഷൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു MLA-യോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നടന്നിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ ഈ പ്രതികൾക്ക് അവരുടെ
കുറ്റകൃത്യം അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലഭിച്ചിട്ടുള്ള തടവിൽ അവർക്ക് റെമിഷൻ കിട്ടണമെങ്കിൽ ജില്ലാ ഈ ഉപദേശക സമിതിയാണ്, ജയിൽ ഉപദേശക സമിതിയാണ്. ആ ജയിൽ ഉപദേശക സമിതി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ ഉപദേശക സമിതി തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല. അപ്പൊ സർക്കാരിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല, ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടിയുണ്ട്. സെൻവർ പാലോട് ഇവിടെ നീതിയും നിയമവും ഉണ്ട് എന്ന് താങ്കൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ പാർട്ടി കോടതിയല്ല, ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയാണ് 20 വർഷത്തേക്ക് ഇവർക്ക് ഈ പറഞ്ഞ ഇളവുകൾ അനുവദിച്ചു കൊടുത്തേക്കരുതെന്ന് കർശനമായ ഭാഷയിൽ പറഞ്ഞത്. അതിനുശേഷവും ആ കോടതി വിധി അങ്ങനെ നക്ഷത്രം പോലെ നിൽക്കുമ്പോൾ ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെങ്കിൽ ശ്രീമതി കെ രമ സംശയിക്കുന്നു അത് പ്രതികളെ സുഖിപ്പിച്ചു നിർത്താനാണ്. ആ പ്രതികളെ സുഖിപ്പിച്ചു നിർത്തുന്നത് എന്തിനാണ്? അവരുടെ അവരുടെ യജമാന്മാരുടെ പേരുകൾ പുറത്തു പറയാതിരിക്കാൻ സുഖിപ്പിച്ചു നിർത്തലാണ്. ഇത് മാത്രമാണോ? എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ഇതേ സ്പീക്കർ ഈ ഷാഫിയുടെ കല്യാണത്തിന് പോയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ഹാഷ്മി, എനിക്ക് സംസാരിക്കാനുള്ള അവസരവും കൂടി തരണം. ഇവിടെ ജയിൽ ചട്ടത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള, അതായത് 465 ഈ സമിതിക്ക് ലഭ്യമാക്കേണ്ട റെക്കോർഡുകളും വിവരങ്ങളും അതിനകത്താണല്ലോ കൃത്യമായിട്ട് പറയുന്നത് നിഷ്കർഷിച്ചിട്ടുള്ള തരത്തിലുള്ള യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന്. 14 പോലീസ് റിപ്പോർട്ട്, അടുത്ത ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, സാമൂഹിക പ്രതികരണ വിലയിരുത്തൽ സഹിതം, അടുത്ത ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, പ്രതികൂല അഭിപ്രായങ്ങൾ ഖണ്ഡിക്കുന്നതിനുള്ള വാദമുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമിതിയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും. ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്തെഴുതി എന്നുള്ള കാര്യം തർക്കമുണ്ടോ? ഈ ജയിൽ സൂപ്രണ്ട് കത്തെഴുതി എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അതൊരു സർക്കാർ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ സർക്കാർ കത്ത് പ്രകാരം എത്രയാണ് 368 തടവുകാരെ മോചിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി അവരെ തുറന്നുവിടുന്നതിന്റെ ഭാഗമായി ആ കൂട്ടത്തിൽ ഈ പ്രതികളുണ്ട്. ഈ അണ്ണൻ സജിത്തും മുഹമ്മദ് ഷാഫിയും രജീഷും ഒക്കെ കൊടൂര കുറ്റവാളികളാണെന്ന് അറിയാത്തതാണോ ജയിൽ സൂപ്രണ്ട്? അത്ര നിഷ്കളങ്കനാണോ ജയിൽ സൂപ്രണ്ട്? ഇത് ആരോട് പറയുന്നതാണ്? ഇല്ല ഹാഷ്മി, സർക്കാർ 2/5/2023 സർക്കാർ 1334 പേരുടെ അന്തേവാസികളുടെ ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിനകത്ത് ഓൾറെഡി ഈ പറയുന്ന 3 പ്രതികളും ഉണ്ടായിരുന്നു. ഈ 3 പ്രതികൾക്ക് ഈ പറയുന്ന റിപ്പോർട്ട് ശേഖരിക്കുന്നതിന്റെ പോലെ തന്നെയാണ് മറ്റുള്ള 1331 പ്രതികളുടെയും ഈ പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ട് സർക്കാർ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇതൊക്കെ പോട്ടെ, ഇനി താങ്കൾ ഈ പറയുന്ന സാങ്കേതികത അംഗീകരിച്ചാലോ ഇതിന് ഈ ആനുകൂല്യത്തിന് പ്രാപ്തമാകാൻ പറ്റിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? 10 വർഷം പൂർത്തിയാക്കണം, ജയിലിൽ നല്ല നടപ്പുണ്ടാകണം, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. ഇവർ ഈ കാലയളവിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഏർപ്പെടാത്ത എന്തെങ്കിലും ഗുരുതര കുറ്റകൃത്യം അൻവർ ഷാ പാലോടിന്റെ അറിവിലുണ്ടോ? ഇവർ നല്ല നടപ്പെന്ന് കേട്ടിട്ടുള്ളവരാണോ ഈ 3 കൊടും കുറ്റവാളികൾ? അതെപ്പോഴാ വരുന്നത്? ഈ ജയിൽ ഇല്ല അല്ല ഹാഷ്മി, എന്തെങ്കിലും പറയാതെ ഈ ജയിൽ ഈ സമിതിയുടെ മുമ്പിൽ വരുമ്പോഴാണ് ഇതൊക്കെ പരിഗണിക്കുന്നത്. ജയിൽ സമിതിയുണ്ട്, ഉപദേശക സമിതിയുണ്ട്. ആ സൂപ്രണ്ടിന്റെ പണി എന്താ? സൂപ്രണ്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഉത്തരവിൽ ഈ പറയുന്ന എത്ര പേരാണോ ഈ പറയുന്ന ജയിലിലുള്ളത് അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ട് തയ്യാറാക്കി സമിതിയുടെ മുമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുത്തതിന് ശേഷം ഹൈക്കോടതി എന്നൊരു സംവിധാനമുള്ള ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? ഇവർക്ക് ഈ പറയുന്ന ഹൈക്കോടതി അൻവർ ഷാ പാലോട് ഹൈക്കോടതി എന്നൊരു സംവിധാനം സംസ്ഥാനത്തുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? എപ്പോഴാ പരിഗണിക്കുക? സാറി, ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? മാസങ്ങൾക്ക് മാത്രം മുൻപ് വന്ന ഏറ്റവും നിർണായകമായ ഉത്തരവിനെ കുറിച്ച് ഈ ജയിൽ സൂപ്രണ്ടിന് അറിയണ്ടേ? അണ്ണൻ സിജിത്തും ഈ പറയുന്നവരൊക്കെ TP കേസിലെ പ്രതികളാണ് എന്ന് അറ്റ്ലീസ്റ്റ് അറിയണ്ടേ ജയിൽ സൂപ്രണ്ട്? ആരോ ആയിക്കോട്ടെ, ഈ ക്രിമിനലുകളോ ഈ ക്രിമിനലുകളോ ആരോ ആയിക്കോട്ടെ, ഈ സമിതിയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം പരിഗണനയ്ക്ക് വരിക. സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ഇവർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുക, ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ അത് പരിഗണിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ അത് പരിഗണിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടിയാണ് ഈ സമിതിയുടെ മുമ്പിൽ കൊടുക്കുക. സമിതിയാണ് എന്നിട്ട് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ സർക്കാരിന്റെ എവിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. അൻവർ ഷാ പാലോട് ഈ പറയുന്ന സാങ്കേതികതയെങ്കിലും മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയാറുന്നല്ലോ.
അൻവർ ഷാ പാലോട് പറയുന്ന ഈ സാങ്കേതികതയില്ലേ, ഇത് ശുദ്ധമായ സാങ്കേതികത. അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് TP യെ കൊന്ന കാര്യം മാറ്റിവെച്ചുകൊണ്ട് അതിനുശേഷം ഈ പ്രതികൾക്ക് ഇക്കാലം അത്രയും നൽകിയ ആനുകൂല്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് AN ഷംസീർ ഷാഫിയുടെ കല്യാണത്തിന് പോയത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സാങ്കേതിക മാത്രം നിൽക്ക്. ഈ സാങ്കേതികതയിൽ മാത്രം നിന്ന് 4 വരി മുഖ്യമന്ത്രിക്ക് സഭയിൽ കേരളത്തോട് പറഞ്ഞൂടെ? അൻവർ ഷാ എന്തേ പറയാത്തെ? പ്രതികൾക്ക് പൊള്ളും, പ്രതികൾക്ക് പൊള്ളും. അല്ല ഹാഷ്മി, ഇതിനു മുമ്പ് അല്ലെ 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്നേ. ഏതെങ്കിലും ഒരു പ്രതിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും നടപടി ഈ തരത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഹാഷ്മി ഒന്ന് പറ. ഇതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും സംഭവം ഒന്നുമില്ല. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ കുഞ്ഞനന്ദനൊക്കെ എത്ര നാൾ ജയിലിൽ കിടന്നു ഈ കേസിൽ? ആള് മരിച്ചുപോയെങ്കിലും ഈ കേസിലെ പ്രതിയാണ് കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ട എത്ര നാൾ ജയിലിൽ കിടന്നു? ഈ കേസിൽ പ്രതി ചേർക്കാൻ കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററെ ശ്രമിച്ചതിന് DYSP-ക്കെതിരെ റിപ്പോർട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ ആഷ്മിക്ക് പറയാൻ വയ്യാത്തെ? അപ്പോ ഈ വിഷയത്തിൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പാർട്ടിക്കകത്തുള്ളവർക്കെതിരെ നടപടിയെടുത്തുള്ള പാർട്ടിയാണ്. അപ്പൊ പാർട്ടിക്ക് ഈ കൊലപാതകവുമായി ഒരു പങ്കുമില്ല എന്ന് ആവർത്തിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും പറയും പാർട്ടിക്ക് സർക്കാർ കൃത്യമായിട്ടുള്ള പാർട്ടിനെ ഏറ്റവും ഒടുവിൽ കോടതി ഉത്തരവിൽ പോലും പാർട്ടി നേതാവ് പ്രതി ചേർക്കപ്പെട്ടാലും പറയും പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, പങ്കുമില്ല. അതെല്ലാ കാലം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എത്താം അൻവർ ഷാ, ഞാൻ എത്താം ജിൻഡോ. ശ്രീമതി KK രമ, ഇവിടെ ഈ സാങ്കേതികതയാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്നൊരു കത്ത് ഏതോ റോബോട്ട് യാന്ത്രികമായി എത്തിക്കുന്നു. ആ കത്ത് പ്രകാരം യാന്ത്രികമായി ജീവിക്കുന്ന ജയിൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളാണ് അണ്ണൻ സിജിത്ത്, ഇവർ കൊടും കുറ്റവാളികളല്ല ആണ് എന്നറിയാത്ത ജയിൽ സൂപ്രണ്ട് ആ സാങ്കേതികതയിൽ മാത്രം നിന്നുകൊണ്ട് യാന്ത്രികമായ ഉത്തരവ് തയ്യാറാക്കുന്നു. ആ ഉത്തരവ് അടിയന്തരമായി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം, അതിനുവേണ്ടി ജയിൽ മേധാവിയിലേക്ക് യാന്ത്രികമായി അയക്കുന്നു. അത് യാന്ത്രികമായി ഉപദേശ സമിതിയിലേക്ക് പോകുന്നു. എല്ലാം യാന്ത്രികമായി നടക്കുന്ന ഒരു യാന്ത്രിക പരിപാടി എന്ന വാദം എത്രത്തോളം നിലനിൽക്കുന്നതാണ് KK രമ? ഹാഷ്മി, ഇതിൽ 2-3 വിഷയമുണ്ട്. ഒന്ന്, നമ്മുടെ ഇടതുപക്ഷ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞത് 2/5/2023 1331 പ്രതികളെ വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചതിൽ ഈ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഗുരുതരമാണ്. അപ്പോൾ ഇത് ഇപ്പം മാത്രം തുടങ്ങിയ നീക്കമല്ല. 2023 ഈ പ്രതികളെ ഉൾപ്പെടുത്തി വിട്ടയക്കാനുള്ള നീക്കം നടന്നിരുന്നു എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രതികളെ അന്ന് 9-11 വർഷമായിട്ട് ശിക്ഷിച്ചിട്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കാന്നാണ്, വിട്ടയക്കാന്നല്ലാന്ന്. റമിഷൻ, ശരി, ഓക്കെ, വിട്ടേക്ക്. ഇളവ് കിട്ടാൻ എങ്ങനെ കൊടുക്കും? ജീവപര്യന്തം തടവിനാണ് ബഹുമാനപ്പെട്ട കോടതി 23 ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അന്ന് വന്നിട്ടില്ല. കീഴ്ക്കോടതിയുടെ വിധിയാണുള്ളത്. കീഴ്ക്കോടതിയുടെ വിചാരണ കോടതിയുടെ വിധി തന്നെ ജീവപര്യന്തം തടവാണ്. ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെയാണ്. പക്ഷെ 14 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ വിട്ടയക്കാനോ അല്ലെങ്കിൽ ഇളവ് കൊടുക്കാനോ ഉള്ളത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സർക്കാരിന്റെ ഒക്കെ വിവേചനാധികാരത്തിൽ പെടുന്ന ഒരു കാര്യം മാത്രം. നിയമം അനുശാസിക്കുന്നതല്ല, നിയമം ജീവപര്യന്തം തന്നെയാണ്. അന്ന് വിചാരണ കോടതിയുടെ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദ കോർട്ട് വുഡ് ഹാവ് ഓപ്റ്റഡ് ഫോർ മേക്കിംഗ് എ ഡയറക്ഷൻസ് ദാറ്റ് അക്യൂസ്ഡ് 1 to 7 ഷാൾ സെർവ് എ മിനിമം പീരീഡ് ഓഫ് 20 years ഇൻ ജയിൽ വിത്തൌട്ട് റെമിഷൻ എന്ന് വിചാരണ കോടതിയുടെ വിധിയിൽ 835 പാരഗ്രാഫിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വിചാരണ കോടതിക്ക് അത് 20 years വിധിക്കാൻ കഴിയാത്തത് ഹൈക്കോടതിയുടെ ചില ഡയറക്ഷൻസ് ഉള്ളത് കൊണ്ട് മാത്രം ആ കോടതിക്ക് സാങ്കേതികമായിട്ട് കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് വിചാരണ കോടതി. ഇതാണ് ഹൈക്കോടതി മാറ്റി 20 വർഷത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ഈ പേര് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ പാടില്ലെന്നേ. ആ പാടില്ലാത്തത് എങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണല്ലോ ചോദ്യം. അതിന് ജയിൽ ഉപദേശക സമിതിയിലേക്ക് പോകുന്നോ? ഹൈക്കോടതിയുടെ വിധിയുണ്ടല്ലോ. ഇതൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം, എങ്ങനെ ഈ പ്രതികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക? അവിടെയാണ് ഞാൻ പറയുന്നത്, ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടയക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതികളോടൊപ്പം നിയമമന്ത്രി പറഞ്ഞല്ലോ, നിയമമന്ത്രി പറയുന്നതാണ് ഹൈക്കോടതി ഉത്തരവെന്ന കാര്യമൊന്നും ജയിൽ വകുപ്പ് പറയണ്ട എന്നാണ്. എന്ന് പറഞ്ഞാൽ
സർക്കാർ വരുന്ന ഉത്തരവ് പ്രകാരം യാന്ത്രികമായി ജയിൽ വകുപ്പ് എന്തോ തയ്യാറാക്കുന്നു, അത് പിന്നീട് ആണത്രേ സ്ക്രൂട്ടണിയിലേക്ക് പോവുക, പിന്നീടാണ് അണ്ണൻ സിജിത്തൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ നല്ല പുള്ളയല്ല, പ്രശ്നക്കാരനാണെന്ന് പിന്നീട് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. സാങ്കേതികമായി അതൊരു സ്കോപ്പുണ്ടോ? അല്ലേ, സാങ്കേതികമായിട്ട് എങ്ങനെ സ്കോപ്പ് ഉണ്ടാവുക? അതിനൊരു നിയമം ഉണ്ടാവില്ലേ? ഈ റെമിഷൻസ് കൊടുക്കേണ്ട ആളുകൾ ആരെയാണെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ റൂൾ ഉണ്ടല്ലോ. 2018 ഒരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട്. അതിൽ പറയുന്ന പ്രത്യേക ക്ലോസുകളുണ്ട്. ആ ക്ലോസ് 2022 പുതിയ ഓർഡർ ഇറക്കി ആ ക്ലോസ് ഒഴിവാക്കുന്നു സർക്കാർ. 2018 പറയുന്നത് ഈ ഇത്തരം ക്രിമിനലുകളെ ഒരു കാരണവശാലും വിട്ടയക്കരുത് എന്ന് 2018 പറയുന്നുണ്ട്. അത് 2022 ആ ഓർഡർ എടുത്തുമാറ്റി കളയുകയാണ് സർക്കാർ. അത് എന്തിനാണെന്നറിയാമോ? 2022 എടുത്തുമാറ്റിയത് ഈ TP കേസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ വേണ്ടി. അതാണ് 2023 ഇവരെ പേര് ഉൾപ്പെടുത്തി എന്ന് നേരത്തെ ബഹുമാന്യനായ ഇടതുപക്ഷ CPM നേതാക്കൾ അന്നും പ്രതികളാണ്, ഇപ്പോഴും പ്രതികളാണ്, പുതിയ ഹൈക്കോടതിയുടെ ഉത്തരവിലും പ്രതികളാകും. പറയൂ പറഞ്ഞു പൂർത്തിയാക്കും. 2018 ഓർഡറിൽ പറയുന്നത് എന്താണെന്ന് അറിയാതാ? പ്രൊഫഷണൽ ഓർ ഹയേർഡ് മർഡേഴ്സ് അതിൽ ഉൾപ്പെടുത്തി ഒരു കാരണവശാലും വിട്ടയക്കരുത് എന്നുള്ളത് ഈ 2018 GOP 730/73/2018 ഓർഡറാണ്. 2018 അതിൽ പ്രത്യേകം പറയുന്നു വാടക കൊലയാളികളെ ഒരു കാരണവശാലും വിട്ടയക്കരുത്. പക്ഷേ അതേപോലെ 2022 പുതിയൊരു ഓർഡർ ഇറക്കുകയാണ്. ആ ഓർഡർ GO നമ്പർ 244/2022 ഹോം. ആ ഓർഡർ ആദ്യത്തെ 2018 ഫസ്റ്റ് ക്ലോസ് എടുത്തു കളയാണ്. ആ ക്ലോസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണില്ല. വാടക കൊലയാളികളെ വിട്ടയക്കരുത് എന്ന 2018 ക്ലോസ് 2022 എടുത്തു കളയുന്നു സർക്കാർ. ഈ എടുത്തുകളിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പോലും മറ്റൊരു കാര്യം. ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക അധികാരം വെച്ചുകൊണ്ടായിരിക്കാം ചെയ്തത്. അങ്ങനെ ആ ചട്ടം എടുത്തു കളഞ്ഞത് എന്തിനാ? ഈ പ്രതികൾക്ക് വേണ്ടി, TP കേസിലെ പ്രതികൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വാടക കൊലയാളികൾ എന്നുള്ളത് 2018 ഓർഡർ. ഇതൊക്കെ നിർബാധം തുടരും. നമ്മൾ ഇത് ആദ്യം കാണുന്നതാണോ? നമ്മൾക്ക് പരോൾ ഇറങ്ങുന്ന പ്രതികൾ, നമ്മളിത് ഇത് അമ്പരക്കേണ്ട ഒരു കാര്യമാണോ? നമ്മളിത് ആദ്യം കാണുന്നതാണോ? പരോൾ ഇറങ്ങുന്ന പ്രതികൾ വയനാട്ട് മയക്കുമരുന്ന് പാർട്ടിയിൽ പോയി പങ്കെടുക്കുന്നതും പരോൾ ഇറങ്ങുന്ന പ്രതികൾ ബാക്കി എല്ലാ മര്യാദകേടുകൾ ചെയ്യുന്നതും ജയിലിനകത്തിരുന്നുകൊണ്ട് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘത്തിന് ഒത്താശ ചെയ്യുന്നതൊക്കെ നമ്മൾ വാർത്താ രൂപത്തിലും അല്ലാതെ നമുക്ക് കാണുന്നവരല്ലേ? അപ്പോഴും പറയും പ്രതികൾക്ക് ഒരു സഹായം കൊടുക്കില്ല. CPM നേതാക്കൾ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ കളങ്കത്തിൽ അവർ പലയാവർത്തി പങ്കുകാരെന്ന് തെളിയുമ്പോഴും പ്രതി ചേർക്കപ്പെടുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവർ പറയും പാർട്ടി കോടതിയിൽ അവർ കുറ്റവാളികളല്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുകയും ഈ പ്രതികളെ ഇങ്ങനെ ചേർത്തുപിടിക്കുന്ന നടപടികൾ നിർബാധം തുടരുകയും ചെയ്യും. KK രമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി, അത് നമ്മുടെ മുന്നിൽ പകലുപോലെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളും തെളിവുകളും ഉണ്ടല്ലോ. നാം നിരവധി തവണ അത് ചർച്ച ചെയ്താണ്. കേരളം മുഴുവൻ അതിനെതിരെ സംസാരിച്ചതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില സാങ്കേതികത്വങ്ങൾ ഇവർ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സാങ്കേതികത്വങ്ങൾ പറഞ്ഞത്. എങ്ങനെയാണ് പേര് വന്നത് എന്നത് അപ്പോഴും പേര് ഉൾപ്പെടുത്താൻ പാടില്ലാത്തതാണ് എന്നതാണ് അതിനെ പറഞ്ഞത്. നമുക്കറിയാം ഇവർക്ക് ജയിലിൽ ഇപ്പം 10 പ്രതികളെയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും പ്രതികളെ ഒന്നിച്ചു പുറത്തുവിടുക? എന്താണ് ഹൈക്കോടതി 2 പ്രതികളെ അഡീഷണലായി കൂട്ടിച്ചേർത്തു, അവർക്ക് കൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിൽ ഒരു പ്രതിയായ 12ാം പ്രതി ജ്യോതിബാബു എവിടെയാണ് ഇന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിച്ചാൽ നന്നാവും. കൊടിസുനിയോ അതുപോലുള്ള 1-2 പേര് വെച്ച് ബാക്കി എല്ലാവരും പുറത്തു തന്നെ ആവാനേ സാധ്യതയുള്ളൂ അല്ലേ രമ? അതെ, തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. എന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. പെരുന്നാൾ ആഘോഷിക്കുന്നത് DYFI നേതാക്കൾ സ്റ്റാറ്റസ് ആയിടുകയാണ്. കാരണം വലിയ ഹീറോ ആണ് ഇവർ. പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർ CPMന്റെ ചില ആളുകളുടെ വലിയ ഹീറോസ് ആണ് ഈ കൊലയാളികൾ മുഴുവൻ. എന്നിട്ട് അവരുടെ കൂടെ റിസോർട്ടിൽ പോയി നിൽക്കുക, അവരുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ ആത്മാദിക്കുക, അവരുടെ കൂടെ കള്ളു കുടിക്കുക, എന്നിട്ട് ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടിടുക. ഒരു മടിയുമില്ല.
ആലോചിച്ച് നോക്കണം ഹാഷ്മി, ഒരു മടിയുമില്ലെന്നേ ഈ കൊടും ക്രിമിനലിലൂടെ അവരെ ഏറ്റവും വലിയ വീരന്മാരായി വാഴ്ത്തിക്കൊണ്ട് നടക്കുക. കാരണം അതിന് പ്രശ്നമില്ലല്ലോ. CPM-ന്റെ നേതാക്കന്മാർ ഇവർക്ക് വേണ്ടി സംസാരിക്കുകയാണല്ലോ, കല്യാണത്തിനുൾപ്പെടെ കൂടുകയാണല്ലോ. നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു ഈ പ്രതികൾക്ക് വേണ്ടി, കൊലയാളികൾക്ക് വേണ്ടി. 2014 അന്ന് MLA ആയിരുന്ന, പിന്നീട് മന്ത്രിയും ഇപ്പോൾ MP-യുമായ ഏറ്റവും പ്രിയങ്കരനായ K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടി 2014 നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ആർക്ക് വേണ്ടി? വാടക കൊലയാളികൾക്ക് വേണ്ടി, ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി CPM-ന്റെ നേതൃത്വം നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുന്നു. അവർക്ക് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരുടെ മേൽ ഒരു പോറലേറ്റാൽ, അവരുടെ മേൽ ഒരു ചെറിയ അടി വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൈ വീണ് കഴിഞ്ഞാൽ പൊള്ളുന്നത് ഇവിടുത്തെ CPM നേതൃത്വത്തിനാണ്. ആ CPM നേതൃത്വത്തിനാണ്. അതുകൊണ്ടാണ് ഈ ജയിലിലേക്ക് ഓടിയെത്തുന്നത് കോടിയേരി ബാലകൃഷ്ണൻ, അബ്ദുൾ ഖാദർ, AC മൊയ്തീൻ, എത്ര നേതാക്കന്മാർ, P. ജയരാജൻ, ഇവരൊക്കെ ജയിലിലേക്ക് ഓടിയെത്തത് നമ്മൾ മറന്നില്ലല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തുകയാണ് ഇവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതുപോലെ CPM-ന്റെ ഏതെങ്കിലും ആളുകൾ പ്രയാസപ്പെട്ടപ്പോൾ ഇവർ ഇതുപോലെ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര ജയിൽ പുള്ളികൾ ജയിലിലുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പോലും ഒരുപക്ഷെ ചില തെളിവിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ച ജയിൽ പുള്ളികൾ ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നോ? പക്ഷേ TP കേസിലെ പ്രതികൾ ഇന്നും അത് അനുഭവിക്കുകയാണ്. TP കേസിലെ പ്രതികൾക്ക് പ്രത്യേകം പരിരക്ഷയാണ്. അവർ ജയിൽ സുഖവാസ കേന്ദ്രം, ഏത് സമയത്തും പരോൾ ഇറങ്ങാം, ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവർക്ക് റെമിഷൻസ് കൊടുക്കാം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. എന്തുകൊണ്ട് ഈ വാടക കൊലയാളികൾ ഇങ്ങനെ ഇപ്പോഴും ഇവർ സംരക്ഷിക്കുന്നു? നമ്മൾ ഇത് ചർച്ച ചെയ്താലും നാളെയും ഇതേ ആവർത്തിക്കൂ ഹാഷ്മി. മനസാക്ഷി ഉള്ളവരാവണ്ടേ അപ്പുറത്ത് ഇത്തരത്തിൽ? കാരണം പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണല്ലോ. ഒരു മനുഷ്യനെ മുഖം പോലും കാണാൻ അനുവദിക്കാത്ത രൂപത്തിൽ ക്രൂരമായി വെട്ടിക്കൊന്നിട്ട് അവരെ, ആ പ്രതികളെ സംരക്ഷിക്കുന്ന നേതൃത്വം എത്ര തിരിച്ചടികൾ കിട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടികൾ കിട്ടിയില്ലേ? ഞങ്ങൾ 2008 RMB ഒഞ്ചിയത്ത് രൂപീകരിച്ചതിന് ശേഷം CPM അവിടെ നിലം തൊട്ടിട്ടില്ല. 2012 ചന്ദ്രശേഖരനെ കൊല ചെയ്തതിന് ശേഷം CPM അവിടെ നിലം തൊട്ടിട്ടില്ല. എന്നിട്ടും പഠിക്കുന്നുണ്ടോ? വലിയ തരത്തിൽ വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് പാർട്ടിക്കുണ്ടാകുന്നു. എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും പഠിക്കുന്നുണ്ടോ? എന്നിട്ടും പഠിക്കാൻ ഇപ്പോൾ തെറ്റുതിരുത്തൽ ആണ് ഈ പാർട്ടി. തെറ്റുതിരുത്താൻ പോവുകയാണ്. ഇങ്ങനെ തന്നെ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം ആ പാർട്ടി. ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. ബംഗാളല്ല, ത്രിപുരയല്ല, അതിലപ്പുറത്തേക്ക് അധികം വൈകാതെ കേരളത്തിലെ ഈ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കും. ഷൻവർ ഷാപ്പാലോട് വൈകാരികമായി KK രമ ഈ സമയം അത്രയും പറഞ്ഞതിൽ അവാസ്തവമായി എന്തെങ്കിലും ഉണ്ടോ? ഒരു തുള്ളി, ഒരു മില്ലിഗ്രാം അവാസ്തവം എടുക്കാനുണ്ടോ ഷൻവർ ഷാപ്പാലോട്? അല്ല, ഇത് 2013 ശേഷം TP ചന്ദ്രശേഖരന്റെ 2012 ശേഷം നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഈ MLA-യുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റേറ്റിംഗ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇതിൽ നമ്മൾ ആദ്യമേ വ്യക്തമാക്കിയ കാര്യം, ഇവിടെ ഈ പറയുന്ന രീതിയിൽ സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി വൃത്തങ്ങളും കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ ഹാഷ്മിക്ക് ഇതിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് മറ്റൊരു പ്രതിപക്ഷ സ്വരമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിയമസഭയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാമെന്ന് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. അല്ലാതെ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന്റെ ആവശ്യകത ഇപ്പോഴില്ല. കാരണം ഇത് ഞങ്ങൾ ചെയ്തത് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ല. നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇത് ഈ പറയുന്ന അൻവർ ഷാപ്പാലോടിനും അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവാത്ത കാര്യമാണ്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ ചിതറിക്കും എന്ന വെറിയൻ മുദ്രാവാക്യമടക്കം വെറിയൻ മുദ്രാവാക്യമടക്കം TP ചന്ദ്രശേഖരന്റെ കൊടും കിരാത ക്രൂരകൃത്യമടക്കം അണ്ണൻ സുജിത്തും ഷാഫിയും അടക്കമുള്ള പ്രതികൾക്ക് അതിൽ പങ്കടക്കം അവരെ ശിക്ഷ അടക്കം കേരളത്തിന് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി ഉത്തരവും കേരളത്തിന് നല്ല ബോധ്യമുണ്ട്. അവർ വിടുതൽ പട്ടികയിലേക്ക് കയറുന്നത് ഈ സാങ്കേതികത മനസ്സിലാവാത്ത അൻവർ ഷാപ്പാലോടിനും പിണറായി വിജയനും മാത്രമേ ഉള്ളൂ സാർ. പാർട്ടിക്കാർക്ക് പോലും മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഇപ്പോ പാർട്ടിക്കാർക്ക് പോലും മനസ്സിലായി തുടങ്ങലാണ്. അല്ലല്ല ഹാഷ്മി പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ.
കേരളത്തിൽ ആദ്യമായിട്ടോ അവസാനമായിട്ടോ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ പേരല്ല ടി.പി. ചന്ദ്രശേഖരൻ എന്നുള്ളത്. കേരളത്തിൽ ഒരു കൊലപാതകവും പാടില്ല, അല്ലെങ്കിൽ ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ പക്ഷത്തുള്ള എത്രയോ പേർ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാർക്ക് ഈ ചാനലിൽ വന്ന് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള കരയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വികാരപരമായി സംസാരിക്കേണ്ട ആവശ്യകത നിങ്ങൾക്കാർക്കും വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല. ഹാഷ്മിയുടെ ഒരു ഇൻട്രോയിൽ പോലും ഈ പറയുന്ന രീതിയിൽ വികാരപരമായി ഇത്രയ്ക്ക് സംസാരിച്ചിട്ടില്ല. ഇത് സർക്കാർ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ഇതിൽ അഡ്മിറ്റഡ് അല്ല, ഞങ്ങൾ അങ്ങനെ ആരെയും തുറന്നു വിടാനും ശ്രമിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതികളുടെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയത്തിന്റെ കണ്ണട മാറ്റിവെക്കുക. എവിടൊക്കെ മനുഷ്യൻ മരിച്ചു വീണിട്ടുണ്ട്, എന്റെ ശബ്ദം പൊങ്ങിയിട്ടുണ്ട്, ഇൻട്രോ പൊങ്ങിയിട്ടുണ്ട്. അത് പെരിങ്ങര സന്ദീപ് ആകട്ടെ, അഭിമന്യു ആകട്ടെ, എത്ര ഇൻട്രോ ഞാൻ കാണിച്ചു തരാം. എത്ര ഇൻട്രോ അൻവർ ഞാൻ കേൾപ്പിച്ചേരാന്ന്, അൻവർ ഞാൻ കേൾപ്പിച്ചേരാന്ന്, അൻവർ ഞാൻ കേൾപ്പിച്ചേരാം. ഇനി എന്റെ ഇൻട്രോ ആണ് പ്രശ്നമെങ്കിൽ, ഇനി എന്റെ ഇൻട്രോ ആണ് അൻവർ ഷായ്ക്ക് പ്രശ്നമെങ്കിൽ പെരിങ്ങര സന്ദീപ് വധക്കേസിലടക്കം എന്റെ ഇൻട്രോ ഞാൻ കേൾപ്പിച്ചേരാം. കണ്ണട മാറ്റിവെക്കുന്നു, കണ്ണട മാറ്റിവെക്കുന്നു. ഞാൻ കേൾപ്പിച്ചേരാന്ന്, ഞാൻ കേൾപ്പിച്ചേരാം അൻവർ ഷായെ. സാർ അൻവർ ഷായെ ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് ബോധ്യപ്പെട്ടാൽ മതി. ഇപ്പൊ ബോധ്യപ്പെടില്ല, അതിനെ സെലക്റ്റീവ് അംനീഷ്യ എന്നാ പറയാ. അല്ലെ പിന്നെ എന്താണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ അസുഖം, റിട്രോഗ്രേഡ് അംനീഷ്യ എന്നാ പറയാ. പറയട്ടെ, ഇതുപോലെ ആ കൊല്ലപ്പെട്ട സഖാക്കന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ ചാനൽ ലൈവ് കൊണ്ടുവന്നിരുത്തി സംസാരിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യങ്ങളുടെയും പുറകെ പോയിട്ടില്ല. നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോ കൊലപാതകത്തെ വേർതിരിച്ച് കാണുകയല്ല. നിങ്ങളുടെ നിലപാട് ഈ പറയുന്ന ഒരു പക്ഷത്ത് CPM-ഓ സർക്കാരോ വരുമ്പോ നിങ്ങളുടെ ഈ പറയുന്ന എയ്യുന്ന അമ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കൊലയാളി പക്ഷത്ത് CPM-ഉം സർക്കാരും വന്നു എന്ന് മാത്രമല്ല ഇതിലെ പ്രശ്നം. ആ കൊലയാളികൾ രക്ഷിച്ചെടുക്കാൻ സർക്കാരും CPM-ഉം നിരന്തരം അഹോരാത്രം പണിയെടുക്കുന്നു എന്നതുകൂടിയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി ശരി സർക്കാരിന് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ശരി ശ്രീ ജിൻഡോ, സർക്കാരിന് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ശരി സർക്കാർ ശ്രീ ജിൻഡോ മുമ്പിൽ വരാത്ത ഞാൻ എത്താൻ വൈകി. ശരി ഞാൻ എത്താൻ വൈകി. ശ്രീ ജിൻഡോ, ഇവിടെ ഇന്നിപ്പോ MP ജയരാജൻ പറയുകയാണ് അത്തരത്തിൽ ചട്ടം ലംഘിച്ച് ഒരു പ്രതികളെയും പുറത്തേക്ക് വിടണമെന്ന് സർക്കാരിനും താല്പര്യമില്ല, അങ്ങനെ പുറത്ത് വിടരുതെന്നാണ് CPM-ന്റെ നിലപാട്. ഇതാ ഇന്നിപ്പോ എന്താണ് ശ്രീ എൻ ഷംസീർ പറയുന്നു ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, അങ്ങനെ ഒരു നീക്കമേ ഉണ്ടായിട്ടില്ല. ഗ്യാരണ്ടിയാണോ, സർക്കാരിന്റെ ഗ്യാരണ്ടിയാണോ അത് സുജിൻഡോ? അല്ല ഹാഷ്മി, അത് MP ജയരാജനോ ഷംസീറോ പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ നാവിൽ നിന്നാണ് ആ ശബ്ദങ്ങൾ നമ്മളൊന്ന് കേൾക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം നിയമസഭയിൽ ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൗത്ത് പീസായിട്ട് സ്പീക്കർ സംസാരിച്ചത്. ഇവിടെ ഹാഷ്മി തന്നെ അൻവർ ഷായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് അതൊരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം കേവലമായിട്ട് ഒരു പിഴവായിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു പിഴവാണ് എന്ന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന്. അതിനുള്ള ഉത്തരം നമ്മൾക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ടി.പി. ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്ത പ്രതികളുടെ വിരട്ടലിന്റെ മുമ്പിൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തുകയും അത് പൊതു മനസാക്ഷിയിൽ ചർച്ച ചെയ്യുകയും പിന്നീട് അത് നടത്താതെ വരികയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നുള്ള വ്യാജേന അവരുടെ മുമ്പിൽ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതേ, ഈ അൻവർ ഷാ പറയുന്ന ഒരു കാര്യമുണ്ട്, നിഷ്കർഷിച്ച യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കുറ്റവാളികളുടെ പ്രതികളെന്ന് താങ്കൾ ഓമന പേരിട്ട് വിളിക്കേണ്ട കൊടും കുറ്റവാളികൾ തന്നെയാണ്. ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായിട്ട് ശിക്ഷ കൂട്ടിക്കൊടുത്ത പ്രതികളാണ്. അപ്പോൾ അവർ കുറ്റവാളികൾ തന്നെയാണ്, പ്രതികൾ എന്നുള്ള ഓമന പേര് കൊടുക്കേണ്ട. ഇത്തരം കുറ്റവാളികളുടെ യോഗ്യതയായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഇവിടെ കിർമാണി ഡ്രഗ്സ് കേസ്, മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്. രജീഷ് കർണാടക പോലീസിന്റെ തോക്ക് കേസിലെ പ്രതിയാണ്. കൊടിസുനി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. ഷാഫിയും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു. അനൂപ് കഞ്ചാവ് കച്ചവടം നടത്തുന്നു, ജയിലിനകത്ത് വാർഡനെ ആക്രമിക്കുന്നു. ജയിലിനകത്തും പുറത്തും ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് ശേഷവും ഇതേ പ്രതികളുടെ പരിപാടികൾ ഇത് തന്നെയാണ്. ഒരു മനോമാറ്റവും അവർക്കുണ്ടായിട്ടില്ല. ഈ ഇതിലൊരു പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്താനാണ് അന്നത്തെ MLA ആയിട്ടുള്ള AM ഷംസീർ ഇന്നത്തെ സ്പീക്കർ പോയിട്ട് പറഞ്ഞത് ഈ ജയിൽ മനോപരിവർത്തനത്തിലുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് മനോപരിവർത്തനം വന്നതിന്റെ ലക്ഷണമാണ് കല്യാണം കഴിക്കാൻ നോക്കുന്നത്, അതുകൊണ്ട് കല്യാണത്തിന് പോയി കാരണവർ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുത്തു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു
കാരണവുമില്ലാതെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യത്തെ തള്ളിയത് കാരണവർ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തിക്കൊടുത്ത ആ സ്പീക്കറായിട്ടിരിക്കുന്ന മുൻപ് എം എൽ എ ആയിരുന്നപ്പോൾ അതേ ചേതോപകാരത്തിൽ തന്നെ ഷംസീർ തുടരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് മൗത്ത് പീസായിട്ട് ലൗഡ് സ്പീക്കറായിട്ട് മാറുന്ന പരിപാടി സ്പീക്കർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അദ്ദേഹം സ്പീക്കർ ആകുന്നതിന് മുമ്പ് ചെയ്ത പണികളൊക്കെ നമുക്കറിയാം. സ്പീക്കർ ആയതിനു ശേഷമെങ്കിലും അല്പമെങ്കിലും മര്യാദ, മാന്യത, കേരളത്തിന്റെ നിയമസഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് ഈ വിഷയത്തിലെങ്കിലും പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ എം പി ജയരാജൻ പറഞ്ഞു ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന്. ഈ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞ ഏതാ? 2022 കെ രമ അല്പം മുമ്പ് പരാമർശിച്ച് കടന്നുപോയ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ചിട്ടാണ്. ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ മുൻകൂട്ടി കാലേകൂട്ടി തയ്യാറാക്കിയ ചട്ടങ്ങളുടെ പുറത്ത് ഇവരെ പുറത്തിറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്ന പ്രതികളാണല്ലോ ഇവർ. ഈ 2022 പുറത്തിരിക്കുന്ന ഗവൺമെന്റ് ഓർഡറിൽ തന്നെയുള്ള വകുപ്പുകൾ പ്രകാരമാണെങ്കിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളുടെ പേര് ഇതിൽ വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികളുടെ പേര് എഴുതി ചേർക്കപ്പെട്ടതെങ്കിൽ ബാക്കിയുള്ള പ്രതികളുടെ പേരെന്തുകൊണ്ടാണ് എഴുതി ചേർക്കാതെ പോയത്? കേവലം 3 പ്രതികളുടെ മാത്രം പേരെന്തുകൊണ്ട് അതിൽ എഴുതി ചേർക്കപ്പെട്ടു? അപ്പൊ അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഈ സൂപ്രണ്ടിന്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹത്തിന്റെ വീഴ്ചയാണെങ്കിൽ, ഇങ്ങനെ വീഴ്ച വരുത്തി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പിണറായി വിജയന് നാണക്കേടുണ്ടാക്കിയ, ഇവരുടെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ ഈ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ നിമിഷമായിട്ട് ഇവർ തയ്യാറായിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അപ്പൊ അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? കൊടിസുനി അടക്കമുള്ള ഈ കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞത്. ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ എന്തിന്റെ പേരില? അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ ചോദ്യശരങ്ങൾ എഴുതതിന്റെ പേരില. ഇന്നും അതേ പിണറായി വിജയനെതിരെ ചോദ്യങ്ങളുടെ മുൾമുന ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും അടക്കം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർക്കൊക്കെ ഒരു വിരട്ടലിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയിട്ടാണ് എം.എൻ. കാരശ്ശേരി ഇവിടെ സ്റ്റെൻവർ ഷാപ്പാലോട് പറയുന്നുണ്ടായിരുന്നു, അതിനു മുമ്പും അതിനുശേഷം ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കണ്ണൂർ CM-ന്റെ നേതൃത്വത്തിൽ RSS CPM സന്ധ്യയോടുകൂടി അവിടെ സമാധാനം ഉണ്ടായി. നല്ല കാര്യം, അത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടക്കട്ടെ. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ ഇടതുപക്ഷ ഹൃദയങ്ങളെ പോലും ഉണങ്ങാത്ത മുറിവാണ്. ആ രാത്രി മറക്കാനാവാത്ത കാഴ്ചയാണ്. ഓർക്കുമ്പോൾ കണ്ണുകൾ സജലങ്ങളാവുന്ന ഒരു രാത്രിയാണ് ആ രാത്രി. ശ്രീ കാരശ്ശേരി മാഷെ, ഇവിടെ സർക്കാർ കത്ത് പ്രകാരം കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് സ്പെഷ്യൽ റെമിഷന് വേണ്ടി സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. കേവലം ഇതാരും ഒന്നും അറിയാതെ ആകാശത്ത് പൊട്ടി വീണ മട്ടിൽ നോട്ടപ്പിശകാണ് എന്ന് ഉപ്പ് തൊടാന്ന് വിഴുങ്ങാൻ കഴിയോ എം.എൻ. കാരശ്ശേരി? എന്തൊരു തമാശയാണ് ഹാഷ്മി ഇതൊക്കെ കേൾക്കുന്നത്. അതായത് ഒരു ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ അതിന് വിരുദ്ധമായോ ഒരു ജയിൽ സൂപ്രണ്ട് പെരുമാറുന്നു വിചാരിക്കുന്നത് വെള്ളരിക്ക പട്ടണാണോ? അപ്പോ എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധം ഇത്രയും കാലം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത്? അതിലെ പ്രതികൾക്ക് വേണ്ടി, അതിലെ പിന്നീട് കുറ്റവാളികൾക്ക് വേണ്ടി, അതാണ് കോടതി കുറ്റവാളികളായി വിധിച്ച ആളുകൾക്ക് വേണ്ടി ഈ പാർട്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊന്നും കാണുന്ന ആർക്കും തിരിയില്ല എന്ന് വിചാരിക്കുന്നത് വലിയ കഷ്ടമല്ലേ? അപ്പോ അതിന് കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന സമയത്ത് മരിച്ചു കുഞ്ഞനന്ദൻ. ഒരു വീരപരിവേഷം കൊടുത്തിട്ട് ഒരു ജനനായകന്റെ മാതിരിയാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുത്തത്. അപ്പൊ പാർട്ടി ആ കൊലപാതകത്തെ എല്ലാ അർത്ഥത്തിലും വിലമതിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും. അപ്പൊ അത് ലൈവാക്കി, അത് സജീവമാക്കി ആ പ്രശ്നം നിലനിർത്തുന്നാരാ? CPM ആണ്. അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് അതിലെ കുറ്റവാളികളായ കോടതി വിധിച്ച പ്രതികളോട് കാണിക്കുന്ന ആനുകൂല്യം, അവരോട് കാണിക്കുന്ന സൗജന്യം, അത് എല്ലാ അർത്ഥത്തിലും അക്രമത്തിന്, ഗുണ്ടായിസത്തിന് എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോ പൊതുവെ ഇപ്പൊ ആളുകൾ പറയുന്നത് അവര് വായ തുറന്നാൽ ഇവരുടെ ആഫീസ് പൂട്ടും, അതുകൊണ്ട് അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് തെളിവൊന്നുമില്ല, പക്ഷെ സാഹചര്യം കൊണ്ട് ഊഹിക്കാവുന്ന അതാണ്. ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാഷ്മി, പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ഒരു പ്രശ്നമുള്ളത്, ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും? ഇംഗ്ലീഷുകാർ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഹു ഈസ് ടു ബെൽ ദ കാറ്റ്? അപ്പൊ അത് ആരാണ് എന്നുള്ള, അപ്പൊ ഗുരുദാസൻ സംസാരിച്ചു എന്നാണ് ഞാൻ വാർത്തയെ കണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോ നേരത്തെ അൻവർ ഷാ പാലോട് പറഞ്ഞു, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് CPM കാരൻ വധിക്കപ്പെട്ടാൽ ആരും മിണ്ടാറില്ല.
ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അഭിമന്യു വധത്തിനെതിരായിട്ട് എത്രയെങ്കിലും സംസാരിച്ച ഒരാളാണ് ഞാൻ. അതിനെതിരായിട്ട് ലേഖനം എഴുതിയ ആളാണ് ഞാൻ. ആ ലേഖനം വന്നത് ദേശാഭിമാനിയിലാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ പി രാജീവൻ എന്ന ചീഫ് എഡിറ്ററാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. അപ്പൊ അഭിമന്യുവിനെ കൊല്ലുന്നതിന് നമ്മളെതിരാണ്. അതിന് ഞാൻ ഒരുപാട് പേരുകൾ പറയുന്നില്ല. ആരെ കൊല്ലുന്നതിനെതിരാണ് എന്നുള്ളതാണ്. ആരെ കൊല്ലുന്നതിനും CPM എതിരാണ് എന്ന് അൻവർ ഷാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആളുകൾ അത് കേട്ട് ചിരിക്കും എന്ന് ദയവായിട്ട് അദ്ദേഹം മനസ്സിലാക്കണം. കാരണം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിക്കുന്നു, അത് ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ മരിക്കുന്നു, വേറെ ബോംബുകൾ കണ്ടെത്തുന്നു. ആ മരിച്ച വൃദ്ധന്റെ അയൽവക്കത്തുള്ള സീന എന്ന വീട്ടമ്മ അത്തരം കാര്യങ്ങൾക്ക് സാക്ഷി പറയുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അപ്പോ അക്രമരാഹിത്യമാണ് അവരുടെ ഏർപ്പാട്, CPMന്റെ ഏർപ്പാട് എന്ന് തീർച്ചയായിട്ടും നാട്ടുകാരോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നാട്ടുകാരത് ചിരിച്ചു തള്ളുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കിതിൽ ഏറ്റവും കഷ്ടമായി തോന്നിയത് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു നിലയ്ക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. അതിന്റെ മേലെ ഒന്നും ഇല്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്ന ആളെ വിളിക്കേണ്ടത് സർ എന്നാണ്. അത്ര മുഖ്യമന്ത്രിയുടെ മേലെയുള്ള. അപ്പൊ അദ്ദേഹം നീതിപീഠമാണ്, അദ്ദേഹം നീതിയുടെ പ്രതീകമാണ്, അദ്ദേഹം നിഷ്പക്ഷത പ്രതീകമാണ് അദ്ദേഹം. അപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് സ്പീക്കർ ഏത് കണക്കിലാ പറയാ? അത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറാണ് ഈ സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി? അത് പറയേണ്ടത് ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മന്ത്രിമാരാണ്. ഈ ആഭ്യന്തര വകുപ്പായതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയണം അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ജിൻഡോ പറഞ്ഞ മാതിരി ആ കാര്യങ്ങൾക്ക് കടലാസ് എഴുതിയ സൂപ്രണ്ടിനെതിരായിട്ട് നടപടി എടുക്കണം. സൂപ്രണ്ടിന് നടപടി എടുക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ പിറകില് ഗവൺമെന്റ് ഉണ്ട്, പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വരും. അതാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോ ഈ വടകര മണ്ഡലത്തിൽ ഇതാണ് ഇതിന്റെ പ്രശ്നം. വടകരയിൽ ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു ഭാഗത്തെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖരനാണ്. അത് ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും. കാരണം നിരന്തരം അത് പറയാൻ മാത്രം. ഇപ്പൊ നിങ്ങൾ പറയാമെന്നല്ലോ പൂക്കുര പോലെ ചിതറും എന്നുള്ള പ്രസംഗം, അതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് പച്ചയായിട്ട് ഓർമ്മ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് മരിച്ചിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചന്ദ്രശേഖരനെ വിളിച്ചത് കുലംകുത്തി എന്നാണ്. അതായത് ശ്രീ പിണറായി വിജയന്റെ താല്പര്യത്തിൽ IAS വിട്ട് പാർട്ടിയിൽ വന്ന ആളാണ് അൽഫോൻസ് കണ്ണന്താനം. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ LDFന്റെ MLA ആണ്. അദ്ദേഹം അത് വിട്ടിട്ട് BJPയിൽ പോകുന്നു. അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രിയാവുന്നു. അപ്പൊ കുലംകുത്തി എന്ന് ആരെങ്കിലും പിണറായി വിജയൻ വിളിക്കുകയാണെങ്കിൽ അത് വിളിക്കേണ്ടിയിരുന്നത് അൽഫോൻസ് കണ്ണന്താനത്തെയാണ്. അൽഫോൻസ് കണ്ണന്താനം മന്ത്രിയായപ്പോൾ ഒരു ചുവന്ന പരവതാനി വിരിച്ചുള്ള ഒരു സ്വീകരണം, അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള ഹൗസിൽ വിരുന്ന്, അത് കൊണ്ടാടുക ചെയ്തത്. BJP പോയിട്ട് അവരുടെ കേന്ദ്രമന്ത്രിയായ ഇവരെ MLA ആക്കി ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ഒരാള് ഇങ്ങനെ. അപ്പൊ അതെന്താ പ്രയോജനമുണ്ട്? TP ചന്ദ്രശേഖരന് വിമർശനം മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണ്, ഈ TP ചന്ദ്രശേഖരന്റെ നിർഭാഗ്യവതിയായ വിധവ, ഇദ്ദേഹത്തിന് തൊട്ടു മുന്നിൽ KK രമ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അവര് വീട്ടമ്മയായിട്ട് വീട്ടിലിരിക്കല്ല. കാരണം സംഘടനപരമാണ് കാലശ്ശേരി മാഷെ. മാത്രമല്ല അതിങ്ങനെ നിർവാദം ഒന്നൊന്നായി തുടരുകയുമാണ്. അത് കൂടുതൽ സജീവ ചർച്ചയാക്കുന്നത് ആരാണ്? സർക്കാരും CPM തന്നെയാണ് താനും. ഞാൻ അൻവർ ഷാ പാലോടിലേക്ക് മറുപടിക്ക് എത്തും. ഇടപെടും. അൻവർ ഷാ പാലോട്, ഇപ്പോൾ താങ്കൾ അതിന്റെ സംഗതിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ജയിൽ സൂപ്രണ്ട് കത്ത് കൊടുക്കും, അതിനുശേഷം അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കും, അതിനുശേഷം അത് ഉപദേശക സമിതിയിലേക്ക് എത്തും, അവിടെ സ്ക്രൂട്ടിനി ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇപ്പോഴുള്ള നേരത്തെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിനോദ് കുമാർ MK മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രസ് റിലീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ, as per the court order in so and so, the convicts in TP Chandrasekhar murder case would not be entitled to remission before completing 20 years of imprisonment. എന്ന് പറഞ്ഞ അടുത്ത പാരഗ്രാഫിൽ, the superintendent CP Kannur called for police reports mistakenly. This happened a lapse from the superintendent. Superintendent was asked explanation on this. എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ടിന് പിഴവ് പറ്റിയെന്നും അതിന് ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം ആരാഞ്ഞുവെന്നും പറയുകയാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിനോദ് കുമാർ കെ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാണ് ആ വിശദീകരണം ആരായൽ ശ്രീ അൻവർ ഷാ പാലോട്? അല്ല, ഇത് ഈ നമുക്കറിയാമല്ലോ, ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തും റിപ്പോർട്ട്
പല വകുപ്പുകളിൽ നിന്നായാലും പോലീസ് വകുപ്പിൽ നിന്നായാലും ശേഖരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് എല്ലാ പ്രതികളുടെയും റിപ്പോർട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു നോട്ടപ്പിശകാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ കൃത്യമായിട്ട് അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുക. അതാണ് ഇപ്പൊ താങ്കൾ ഇവിടെ വായിച്ചിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഏതെങ്കിലും തലത്തിൽ ഈ ഉദ്യോഗസ്ഥനോട് ഇവരുടെ 3 പേരുടെയും മാത്രം ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തരൂ എന്നുള്ള രീതിയിലല്ലല്ലോ. എല്ലാവരുടെയും റിപ്പോർട്ട് വാങ്ങേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവരും അതിനകത്ത് പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതിലവരെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കിക്കൂടെ എന്നൊക്കെയുള്ളത് ഉപദേശക സമിതിയുടെ മുമ്പിൽ വരുന്ന സമയത്താണ്. അതിനു മുമ്പ് മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിൽ അതിലെന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് പരിഹരിച്ച കാര്യമാണ് ഇപ്പോ ഹാഷ്മിയോടെ വായിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട നേരത്തെ ഇവിടെ പല എന്താണ് ഹാഷ്മി ഉൾപ്പെടെ താങ്കൾ പറയുന്ന അല്ലെങ്കിൽ CPM പറയുന്നതാണ് അല്ലെങ്കിൽ നിയമമന്ത്രി പറയുന്നതാണ് ന്യായമെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് പിഴവൊന്നുമില്ലല്ലോ. ജയിൽ സൂപ്രണ്ടിന് പിഴവൊന്നുമില്ല. ജയിൽ സൂപ്രണ്ട് ഈ റിപ്പോർട്ട് ഇപ്പൊ ഏത് കൊടും കുറ്റവാളിയാണെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്നു, അത് ജയിൽ ഉപദേശം നോക്കുമ്പോഴത്തേക്കും അണ്ണൻ ഷിജിത്ത് കൊടും കുറ്റവാളി മാറ്റിയേക്കാം എന്ന് തീരുമാനമെടുക്കാനാണെങ്കിൽ സൂപ്രണ്ടിനോട് വിസ്തീർണം തേടണോ സാർ? മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് തീരുമാനം എടുക്കുന്നത്? അല്ലല്ല ജയിൽ സൂപ്പർ അല്ലല്ല ഈ വിഷയം മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ നടന്ന നടപടിക്രമത്തെ കുറിച്ചാണ് ഞാൻ ആദ്യമേ മുതലേ പറഞ്ഞത്. ഇനി ഇതില് നേരത്തെ പറഞ്ഞത് ഈ ജയിൽ സൂപ്രണ്ടിന്റെ ഡിസ്ക്രിഷണറി പവർ ഒന്നും അല്ലല്ലോ. അദ്ദേഹം അല്ലല്ലോ ഇത് തീരുമാനിക്കുന്ന ഉപദേശക സമിതിയും സർക്കാരുമാണ്. ഇത് റെമിഷൻ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് പോലും ഇത് എത്തിയില്ല. അതിൽ തന്നെയാണ് സർക്കാരിന്റെയും നമ്മുടെയും വാദം. അതാണ് നിയമസഭയിൽ ഇത് ഡിലേ ചെയ്യാനുള്ള കാരണം. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ നേരത്തെ ഇവിടെ മറ്റുള്ള ആൾക്കാരെ ഈ പരോൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രതികളുടെയും കൂടിയുള്ള ഈ പറയുന്ന അവർക്ക് കിട്ടേണ്ടതാണ് ഈ പരോൾ. അപ്പൊ അതിൽ 60 ദിവസവും 45 ദിവസവും അവർക്ക് കിട്ടേണ്ട പരോളാണ്. അല്ലാതെ അനധികൃതമായി ഈ സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവർക്ക്. അത് ഉപദേശക സമിതിയാണ്, അത് അവർക്ക് കിട്ടേണ്ട പരോൾ തന്നെയാണ്. മറ്റുള്ള പ്രതികൾക്കും കൊടുക്കുന്ന അതേ പരോളാണ്. ഇനി ഇവിടെ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഈ വിഷയത്തിൽ ഈ കുന്നോത്തുപറമ്പ് CPM ലോക്കൽ സെക്രട്ടറി, അവർക്ക് ഇപ്പോഴും പരോൾ അനുവദിച്ചിട്ടില്ല. ഇവർക്ക് 2 പേർക്ക് 3 വർഷം ശിക്ഷ അനുവദിച്ചതിന് ശേഷം മാത്രമേ പരോള് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോ ഈ പറയുന്ന രീതിയിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ കാരശ്ശേരി മാഷ് അദ്ദേഹം പറഞ്ഞു ഇവിടെ CPM തോൽക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന പാർട്ടി ഈ കാര്യത്തിൽ എടുത്ത കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ പരിശോധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇവിടെ മാറ്റം വരും. തെരഞ്ഞെടുപ്പുകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞു. ജിൻഡോ, ഇവിടെ അൻവർ ഷാപാലോട് ചോദിക്കുകയാണ്, ഈ 3 പേർക്ക് വേണ്ടി പ്രത്യേക സർക്കാർ എടുത്തില്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ 3/6/2024 സർക്കാർക്കൊന്നൊരു കത്തുണ്ട്. ആ കത്ത് പ്രകാരമുള്ള സൂപ്രണ്ടിൻ്റെ ഈ പരിപാടി. ആ കത്ത് പുറത്തു വരണമെന്നേ. ആ കത്തിൽ ഈ 3 പേരുടെ കാര്യം എടുത്തു പറയുന്നുണ്ടെന്ന് അറിയണം. കത്ത് പുറത്തു വന്നാലേ അറിയൂ. ആ കത്തിപ്പോഴും അജ്ഞാതമായി ഇരിപ്പാണ്. ജിൻഡോ, ലക്ഷ്മി, ഇതിൽ സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം താല്പര്യമെടുത്തില്ല എന്നുള്ളത് പറഞ്ഞ് സ്ഥാപിക്കാനാണ് അൻവർ ഷാ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പരോൾ അനുവദിച്ചതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികൾക്ക് അർഹതപ്പെട്ടതാണ് പരോൾ. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് സകല പ്രതികൾക്കും അർഹതപ്പെട്ടതാണ്. മറ്റ് പ്രതികൾക്ക് കിട്ടുന്ന തോതിലാണോ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും കിടക്കുന്ന മറ്റു കുറ്റവാളികൾക്ക് കൊടുക്കുന്നത് പോലെയാണോ ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്? അങ്ങനെയൊന്നും അല്ലല്ലോ. കേരളത്തിലെ മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല, ഈ പ്രതികൾ ജയിലിനകത്തും പരോള് കിട്ടി പുറത്തിറങ്ങുമ്പോഴും ചെയ്യുന്നതൊക്കെ മുൻപ് ചെയ്തിരുന്നതിന് സമാനമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള പണികൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വീണ്ടും സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ വ്യാകുലരാകുന്നു. പക്ഷേ TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ ചേരിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുകയും കുലംകുത്തിയെന്നും മരണശേഷവും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തതിനൊന്നും ഇവിടെ ഒരു മനുഷ്യാവകാശവും നിങ്ങൾ വിലയും ഒന്നും കാണുന്നില്ല. ഒന്നാമത്. രണ്ടാമത്, നിങ്ങൾ പറയുന്നത് ജയിൽ ഉപദേശക സമിതി എന്ന്. ഏത് ജയിൽ
ഉപദേശക സമിതിയെ കുറിച്ചിട്ടാണ് താങ്കൾ ഇത്ര വലിയ അഭിപ്രായം പറയുന്നത്? കൊലക്കേസിലെ പ്രതിയായിട്ട് കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് ബോധം കെട്ട് യാത്ര ചെയ്ത് ആംബുലൻസിൽ യാത്ര ചെയ്ത പി ജയരാജനെ പോലുള്ള ആളുകൾ അംഗങ്ങളായിട്ടിരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയെ കുറിച്ചിട്ടാണോ താങ്കൾ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൽ പി ജയരാജനും പി ശശിയും ഒക്കെ ഇവരുടെയൊക്കെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഇവര് നയിക്കുന്ന ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് ന്യായവും നീതിയും നിങ്ങൾ വിചാരിക്കരുത്. ജില്ലാ ജഡ്ജിയുണ്ട്. അല്ല, ജില്ലാ ജഡ്ജി നമ്മൾക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ ഹാഷ്മി? ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പലരും വിധി പറഞ്ഞതിന് ശേഷം ഉപദേശക സമിതിയിൽ 3 പേര് മാത്രമേ ഉള്ളൂ ഹാഷ്മി, 3 പേര് മാത്രമേ ഉള്ളൂ പുറത്തു നിന്നുള്ളവർ. ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏത് പോലീസ് സൂപ്രണ്ടാണ് അൻവർ ഷാ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ജയിൽ ഉപദേശക സമിതിയിൽ സംസാരിക്കാൻ പോകുന്നത്? താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കെതിരായിട്ട് ശബ്ദമുയർത്തുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ ആ പാർട്ടിക്കകത്ത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പോലും എത്രത്തോളം ഭയപ്പെട്ടാണ് പാർട്ടിയിലെ നേതാക്കന്മാർ ശബ്ദിക്കുന്നത്? ഇനി നിങ്ങൾ പറഞ്ഞ ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഞാൻ പൂർത്തിയാകട്ടെ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 75 പുറത്തുവിടേണ്ട കൊടും കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ ആ കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ ആരെ നിങ്ങൾ പുറത്തുവിടാൻ ലക്ഷ്യപ്പെടുന്നത്? ആരെ നിങ്ങൾ വിടുന്നത്? ടി.പി. ചന്ദ്രശേഖരനെ പോലെ ഒരു മനുഷ്യൻ കമ്മ്യൂണിസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന കെ രമയെ പോലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ആളുകളാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ പുറത്തുവിടുന്നതിനെ കുറിച്ച് മേന്മ പറയുന്നത്. ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ മാർക്സിസം? ഇതാണോ ഈ രാജ്യത്തെ ആളുകളോട് പഠിപ്പിക്കാൻ പോകുന്നത്? സമയം കഴിയുകയാണ്. ഇനി എന്തൊക്കെ പേപ്പർ നിരത്തി എന്തൊക്കെ സാങ്കേതികത പറഞ്ഞ് ഈ പ്രതികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ രേഖകൾ പൊതുസമക്ഷമുണ്ട്. സമൂഹം ഇതൊക്കെ, ബോധമുള്ള സമൂഹം ഇതൊക്കെ കണ്ണും തുറന്ന് ഹൃദയം തുറന്ന് കാണുന്നുമുണ്ട് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ടായാൽ നന്ന്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്ക് നന്ദി. ഇനി